ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വസന്തിൻ്റെ കുഞ്ഞിന് വലിയൊരു അസുഖം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വസന്തിൻ്റെ ഡോക്ടറായ വ്യക്തി വസന്തിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ എന്നുള്ളൊരു ഡോക്ടറെ കൊണ്ട് കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്താനും അതുവഴി കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി എടുക്കാനും ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വസന്ത് എന്ത് ചെയ്തു, ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഡോക്ടറെ കൊണ്ട് ഹൈദരാബാദിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി കുഞ്ഞിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താം എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ആ ഒരു തീരുമാനവുമായിട്ട് വസന്ത് നേരെ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അവിടെ കിടക്കുകയും അതുപോലെ തന്നെ ശ്വാസമൊക്കെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ അരികിലിരിക്കുക. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം മാധുരി ചോദിച്ചപ്പോൾ മാധുരിയോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. മാധുരി ഇതൊക്കെ കേട്ട് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ആകെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഇനി പതുക്കെ സമയമില്ലെന്നും കുഞ്ഞിനെ ഹൈദരാബാദിന് കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. പിന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഇനി പതുക്കെ നാളെ ഡോക്ടറുടെ കീഴിലൂടെ കിടത്തേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ മാധുരിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ വസന്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വസന്തിൻ്റെ ഫോണിലേക്ക് പ്രിയയ്ക്കാണെങ്കിൽ അവിടെ സ്വസ്ഥത കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ വസന്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം, അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രിയയ്ക്ക് സ്വസ്ഥത കൊടുക്കാതിരിക്കുന്ന സമയത്ത് വസന്ത് നമ്മുടെ പ്രിയയെ ഫോണിൽ വിളിക്കുക. അപ്പോൾ പ്രിയയെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വസന്തല്ലേ വിളിക്കുന്നത്. വസന്തിൻ്റെ കോൾ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് പ്രിയ. ആ സമയം പ്രിയയുടെ അടുത്തേക്ക് ഇതേ അടുത്ത പൂതനകളെല്ലാം കൂടി ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. പ്രിയ എന്താണ് വസന്തിനോട് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വസന്ത് വിളിച്ച ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ വെച്ച് കഴിഞ്ഞപ്പം പ്രിയ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് വസന്ത് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞോളാൻ പറഞ്ഞപ്പോൾ, നീ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് നിബന്ധനകളൊക്കെ നീ എൻ്റെ മുന്നിൽ വെച്ചിരുന്നല്ലോ, അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, എന്താ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് വസന്ത് ആലോചിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചു. നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ മറ്റു നിബന്ധനകളാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് പ്രിയ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുവാണ്. ചിഞ്ചുമോളെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് നീയുമായിട്ടുള്ള ഒരു ജീവിതം അത് വേണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ ചിഞ്ചുമോൾ എന്നും ഉണ്ടാകുമെന്നും ചിഞ്ചുമോൾ എന്നോടൊപ്പം ഉള്ള സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വിവാഹത്തിന് നീ തയ്യാറെടുത്താൽ മതിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അല്ലാതെ ചിഞ്ചുമോളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് എനിക്കായിട്ടൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകില്ല, അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചാണ് നീ അവിടെ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിന് ഇതുപോലുള്ള നിബന്ധനകളുടെയൊക്കെ ഉണ്ടോ വസന്ത് എന്ന് പ്രിയ ചോദിച്ചപ്പോൾ, ഉണ്ട് പ്രിയേ, ഉണ്ട്. കാരണം ഇതൊരു എൻ്റേതായ കാര്യങ്ങളല്ല, മറിച്ച് ഇതൊരു നിയോഗമാണെന്നുള്ള കാര്യം വസന്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വസന്ത് അത് പറയുന്നത് കേട്ടപ്പോൾ പ്രിയയ്ക്ക് ആകെ സങ്കടമായി. കാരണം പ്രിയയ്ക്ക് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന് മറുത്ത് എന്ത് പറയണമെന്നോ അറിയില്ല. പ്രിയയോടെ നേരം പറഞ്ഞു, നീ ആലോചിക്കുക, നീ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി. ചിഞ്ചുമോള് നമ്മളോടൊപ്പം ഉള്ള ഒരു ജീവിതം നീ തിരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ജീവിതം അവിടെ അതൊരു അർത്ഥമില്ലാത്ത ജീവിതമാകും, അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയയ്ക്ക് ആകെ സങ്കടമായി. പ്രിയ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കൂടെ നിന്നവർ പ്രിയയോട് ചോദിച്ചു എന്താ കാര്യമെന്ന്. ഇത് കേട്ട പ്രിയ കാര്യം പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ പ്രിയയുടെ നേരെ കണ്ടോ അവന് നീയല്ല വലുത്, അവനാ എവിടെയോ കിടന്ന കൊച്ചാ വലുത്, അതുകൊണ്ട് അവനാ കൊച്ചിനെ ചുമക്കുന്നു, നീ എന്തിനാ അവൻ്റെ കൂടെ പോകുന്നത്, നിന്നെ അവന് വേണ്ട, അങ്ങനെയുള്ള അവനെ നീ അംഗീകരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പ്രിയ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിപ്പിക്കാം. പ്രിയയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടവും വിഷമവും, ആരോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല, മൊത്തത്തിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോണേ. ഇതേ സമയത്താണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മാധുരിയും കുഞ്ഞ് വീട്ടിലുള്ള സമയത്ത് അങ്ങോട്ടേക്ക് അന്ന് ഒരാൾ വിളിച്ചിരുന്നല്ലോ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വരുമെന്നുള്ള കാര്യം പറഞ്ഞു. അയാൾ വന്നു കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ വസന്ത് അവിടെ ഉണ്ടായിരുന്നില്ല, മറിച്ച് മാധുരി ഉണ്ടായിരുന്നുള്ളൂ. മാധുരിക്കാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിഷമമായി. മാധുരി അന്നേരത്തേക്കും ആ ചേട്ടനോട് പറഞ്ഞു, അതെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമോ അല്ലെങ്കിൽ മര്യാദയോ ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം വസന്തേട്ടൻ്റെ സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ എന്തിനാ വെറുതെ തട്ടിയെടുക്കാനായിട്ട് നോക്കുന്നത്? ആ കുഞ്ഞിനെ വസന്തേട്ടന് തന്നെ വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് ജീവിച്ചൂടെ? നിങ്ങൾക്ക് ഇനിയൊരു പ്രശ്നത്തിന് വരാതിരുന്നൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ ശരിയായിരിക്കാം മാധുരി, പക്ഷേ നിയമപരമായി
ചിഞ്ചുമോളുടെ അവകാശി എൻ്റെ പെങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരിക്ക് അവകാശപ്പെട്ട അവളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഇതിനു വേണ്ടി നിൽക്കാനായിട്ടൊന്നും കഴിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കാം. അപ്പം മാധുരിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ വിട്ടുതരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യപ്പിടിച്ച് അയാൾ ഇങ്ങനെ അവിടെ നിന്ന് പോകുവാണ്. വസന്തിനോട് പറഞ്ഞേരെ, കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വരുമെന്നുള്ള കാര്യം പറഞ്ഞേരെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോണു. അവിടെ ഈ മാധുരിക്ക് മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം എന്ത് സാഹചര്യത്തിലാണ് അവർക്ക് ഈ കുഞ്ഞിനെ കൈമാറിയത് അല്ലെങ്കിൽ രേഖാപരമായി ആ കുഞ്ഞിനെ അവരുടേതാക്കിയതെന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു നിഗൂഢതയുടെ ഒരു ഇതിലേക്ക് ആ കഥ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ഇന്ദീവരത്തിൽ എല്ലാവരും പിങ്കിയെ പിടിച്ച് തലയിലെടുത്ത് വെച്ച് പ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗമൊക്കെ ചെയ്യുന്ന നന്ദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നന്ദ കുറ്റക്കാരിയാണ്, നന്ദ അങ്ങനെയാണ്, നന്ദ ഇങ്ങനെയാണ്, അവൾ അവിടെയാണ്, അവൾ ഇവിടെയാണ്, അങ്ങനെ നന്ദക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നന്ദയെ മുന്നിൽ ഒരു വലിയൊരു ബിഗ് സീറോയാക്കി ആ ഏറ്റവും വലിയ കുറ്റക്കാരിയാക്കി നിർത്തിക്കൊണ്ട് പിങ്കി അവിടെ നല്ല പിള്ള ചമഞ്ഞ് പിങ്കി ഇങ്ങനെ തട്ടി വിടും ഓരോന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഇവിടെയും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെയുണ്ട്. അപ്പോൾ മോഹിനി അവിടെ നിന്ന് പറയുന്നു, അവൾ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണം. ആ വസന്ത് എന്ന് പറയുന്നവൻ എതിലെങ്കിലും പോയിക്കൊണ്ടേനെ, അവനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഈ കുടുംബത്തിലെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞത് നന്ദയാണെന്നും പറഞ്ഞു മോഹിനി ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ അത് കേട്ട് നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതേ ലക്ഷ്മി അമ്മ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം മോഹിനിയോട് ലക്ഷ്മി പറഞ്ഞു, മോഹിനി, എൻ്റെ നന്ദമോളെ കഴിവുള്ളവൾ തന്നെയാണ്, അത് നിങ്ങൾ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അങ്ങനെ എൻ്റെ മോൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങളെല്ലാവരും സമ്മതിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഏതോ വഴി പിരിഞ്ഞു പോയി, അങ്ങനെ എല്ലാവരും കൂടെ ചേർത്ത് വഴി പിരിച്ചു കളഞ്ഞു എന്ന് പറയാം. അങ്ങനെ പോയ മനസ്സിനെ പാകപ്പെടുത്തി നിർത്താൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടി നിന്ന ഒരാളാണ് പ്രിയ. എൻ്റെ പ്രിയമോളുടെ ആ മനസ്സിനെ മാറ്റിയതും അതുപോലെ തന്നെ വസന്തിൻ്റെ നിരപരാധിത്വം ഈ വീട്ടിൽ കൊണ്ടുവന്ന് തെളിയിച്ച് എല്ലാവരുടെയും മുന്നിൽ വസന്തിന് ആ ഒരു പവർ ഉണ്ടാക്കി കൊടുത്തതും എൻ്റെ നന്ദമോളാ. ആ നന്ദമോൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തി എല്ലാവരും ആട്ടിയിറക്കി വിട്ടതാണ് വസന്തിനെ. ആ വസന്ത് തിരിച്ചു വന്ന് തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് സകലരുടെയും മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചപ്പോൾ ആർക്കും മിണ്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ചതിച്ച് പുറന്തള്ളിയ വസന്തിൻ്റെ നിരപരാധിത്വം തെളിയാൻ സഹായിച്ചു കൊടുത്തത് എൻ്റെ നന്ദമോളാ. എൻ്റെ നന്ദമോളുടെ കഴിവാത്. അതുപോലെ തന്നെ വിവാഹബന്ധം വേർപെട്ടിട്ടും നെഞ്ച് നീറി സങ്കടപ്പെട്ട് കരഞ്ഞു നടന്നിരുന്ന നമ്മുടെ പ്രിയയ്ക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നതും എൻ്റെ നന്ദമോളാ. അതെൻ്റെ നന്ദമോളുടെ കഴിവല്ലേ? എന്നിട്ട് പിങ്കി ഇങ്ങനെ നോക്കി രണ്ടുപേരെ തമ്മിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ തമ്മിൽ വഴക്കുണ്ടാക്കി പിരിച്ച് നാല് വഴിക്കാക്കാനേ ചിലർക്കൊക്കെ ചില മിടുക്ക് ഒരുപാടുണ്ട്. പക്ഷേ അവരെ എല്ലാവരെയും ഒന്നിച്ച് നിർത്തി അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് അതിനൊരു കഴിവ് തന്നെ വേണം. ആ കഴിവുള്ളവളാണ് എൻ്റെ നന്ദമോള്. അപ്പോൾ ആരാ മിടുക്കി? എൻ്റെ നന്ദമോള് തന്നെയല്ലേ. എൻ്റെ നന്ദമോളുടെ കഴിവിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അംഗീകാരം തന്നെ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോഴേക്കും ഒട്ടും ഇഷ്ടപ്പെടാതെ പിങ്കി ഇങ്ങനെ ഇരിക്കുക. പിങ്കിക്കിട്ടുള്ള അടിയാണ് ഈ ലക്ഷ്മി കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പിങ്കിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പിങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി അവിടെ അങ്ങനെ ഇരുന്ന് പോവുക. കാരണം എന്താ? നാണം കെട്ടത് മിച്ചം. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട. കാരണം തല കയറിയിരുന്ന് നമ്മുടെ ലക്ഷ്മിയമ്മ ചെവി തിന്നുമെന്നുള്ള കാര്യം നന്നായിട്ട് പിങ്കിക്ക് അറിയാം. പക്ഷെ പിങ്കി ആണെങ്കിലും മനസ്സിൽ 100 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വിലപ്പോവില്ലല്ലോ, അല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിങ്കി ഒന്നും മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇന്ത്യപരത്തിൽ നടക്കുന്നു. പിങ്കി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം ഫ്ലോപ്പ് ആവുകയാണ്. നന്ദയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ചെന്ന പിങ്കിയെ അവിടെ നിന്ന് ചവിട്ടി താഴെ ഇട്ടു എന്ന് പറയാം ലക്ഷ്മി. അങ്ങനെ ആ ഒരു അടിപൊളി കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു. അതേ സമയത്ത് ഇവിടെ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് പെങ്ങൾക്ക് വേണ്ടി ആങ്ങളെ സംസാരിക്കാൻ വന്ന കാര്യങ്ങൾ നമ്മുടെ പെങ്ങൾ വസന്തിനോട് പറയുക. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ഹൈദരാബാദിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇവർ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പോൾ ചിഞ്ചുമോളെ ഇവർക്ക് നഷ്ടപ്പെടും. നിയമപരമായി നോക്കിയാലും ചിഞ്ചുമോളുടെ അവകാശികൾ അവരായതുകൊണ്ട് ചിഞ്ചുമോളെ അവർക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. അപ്പോൾ കുഞ്ഞിൻ്റെ ചികിത്സയോ കാര്യങ്ങളോ മറ്റൊന്നും നടക്കില്ല.
അങ്ങനെ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും. എത്രയും പെട്ടെന്ന് ചിഞ്ചുമോളെ ഈ നാട്ടിൽ നിന്ന് മാറ്റുക, അതുപോലെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് നമ്മുടെ വസന്ത് ഊർജ്ജമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക്